ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. വ്ളോഗ് എങ്ങനെയാ എടുക്കുക എന്നുള്ളതിന് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ എനിക്ക് പറ്റാവുന്ന പോലെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക, ചെയ്തതല്ലേ പഠിക്കുക. അതുകൊണ്ട് അങ്ങനെ ധൈര്യത്തോടെ ചെയ്യാൻ തുടങ്ങുവാണ്. എനിക്ക് കുറച്ചൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫിനോട് കുറച്ച് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഡിസിപ്ലിൻഡ് ഇൻ ദ സെൻസ് ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുന്നതും അത് ഫോളോ ചെയ്യുന്നതും അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതെനിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ ഞാൻ ഇന്ന് ഈ ദിവസം ഇതൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടാവും എനിക്ക് അന്ന് രാത്രിയാവുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ ഇതൊന്നും നടക്കാറില്ല. എല്ലാം നേരെ തല തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നു വരില്ല. എന്തൊക്കെയൊക്കെയോ പ്രോബ്ലംസ് ആയിരിക്കും. മെന്റലി എന്തൊക്കെയോ പ്രോബ്ലം ആയിരിക്കും. മൂഡ് ഉണ്ടാവില്ല, മടിയായിരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ വീട്ടിലിരുന്നിട്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ്, എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത, ഒന്നും ചെയ്യാനൊന്നും പറ്റാത്ത പോലത്തെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അന്നേരം ഈവനിങ് വാക്കിന് പോവാം വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്. അത് മെട്രോ പില്ലറിന്റെ താഴെ ആയിട്ടാണ് വരുന്നത്. മെട്രോയുടെ അതോറിറ്റി നടത്തുന്ന ഒരു പാർക്കാണ്. ഒരു ചെറിയ പാർക്കാണ്. കുറച്ച് ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ പാർക്ക്. നല്ല രസമാണ്. അപ്പുറത്ത് അതിന്റെ ഓപ്പോസിറ്റ് കനാലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലേക്കൊക്കെ ഇങ്ങനെ വായ നോക്കി ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുന്നതും ഓരോന്ന് ചെയ്യുന്നതൊക്കെ നല്ല രസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഈവനിങ് വാക്കിന് പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങി ഇവിടെ എത്തി. ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരുന്നിട്ട് ഓരോരുത്തരെയും കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ വന്നിട്ട് ഓരോന്ന് അവര് കളിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്നോട് വന്ന് നോക്കി എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആരോടും ഇങ്ങനെ സംസാരിക്കാതെയൊക്കെ ഇങ്ങനെ ആരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാത്ത ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കുട്ടികളെയും ആൾക്കാരെയൊക്കെ കാണുന്നതും അവരുടെ ആക്ടിവിറ്റീസ് അവർ കളിക്കുന്നതും ഒക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കിങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് കാര്യങ്ങള് അതൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം പീരീഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഹോർമോണൽ ചേഞ്ചസ്, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ അധികം സംസാരിക്കാത്ത ഒരു കാര്യമാണ് ഓവുലേഷൻ ടൈം ഉണ്ടാവുന്ന ഓരോ പ്രോബ്ലംസ്. അത് എല്ലാവർക്കും ഉണ്ടാകുമോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അത് കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ഓവുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ക്രേവിങ്സ് ഉണ്ടാവുക, അതുപോലെ ഭയങ്കര ഡള്ളായിരിക്കുക, മടിയായിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ദിവസമാണ് എനിക്ക് ഇത് ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ചില ദിവസങ്ങളിൽ നമുക്ക് ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റൂട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റുന്നു വരില്ല. പക്ഷെ സാരില്ല, ഒരു ദിവസവും 2 ദിവസവും ഒന്നും അങ്ങനെ തെറ്റിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടേതായ ഫീലിങ്സ് അതുപോലെ ഹോർമോണൽ പ്രോബ്ലം. ഗേൾസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഹോർമോണൽ പ്രോബ്ലംസ് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഓരോ ഡേയ്സും അവര് ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അപ്പോഴും നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് നമ്മുടെ മനസ്സെന്താണോ പറയുന്നത് അത് ചെയ്യാം. ഒരു കുറച്ചൊക്കെ കൺട്രോളിൽ വെക്കണം. കുറേ കഴിക്കുമ്പോഴും നമുക്കൊന്ന് മനസ്സിലുണ്ടാവണം നമ്മള് ഇത്രയും കഴിക്കുന്നുണ്ട്, ഇത്ര കഴിക്കരുത് എന്നുണ്ടാവണം. അപ്പൊ നമുക്ക് കൺട്രോളിന് മനസ്സിൽ വെക്കണം. പക്ഷെ എങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എന്താണോ ചെറിയ കാര്യങ്ങൾ, ഇതുപോലെ വാക്കായാലും ഒരു ചെറിയ ചായ കുടിക്കുന്ന ആയാലും എന്തായാലും നമുക്ക് അതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവാറുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്. ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഒരു സ്ട്രെസ് കില്ലർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമുക്കൊരു സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഫിസിക്കലി എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഫുഡാണ് ചായയും എഗ് പപ്സും.
അതാണ് എപ്പോഴും എനിക്ക് കഴിക്കാൻ എൻ്റെ മൈൻഡിൽ വരും ഫസ്റ്റ് അതാണ്. അപ്പൊ അത് കഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു അങ്ങനെ പോയിട്ട് വയ്യല്ലോ എങ്കിൽ പോയിട്ട് പിന്നെ ഒന്ന് അതൊക്കെ കഴിച്ച് ഒന്ന് പാർക്കിലൊക്കെ പോയിട്ട് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് വരുന്ന വഴി ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഒരു ബേക്കറി കയറിയിട്ട് ചായയും അതുപോലെ എഗ് പപ്സ് ഒക്കെ കഴിച്ചു. അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ ആൾക്കാരുടെ കടയിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ അടുത്തു നിന്നൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മടി പോലെയാ. പാർക്കിലും ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പാർക്കിൽ അവർ വിചാരിക്കുമോ നമ്മൾ വ്യൂ ഒക്കെ എടുക്കുവാണ് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും. പക്ഷെ ഈ കോഫി ഈ ബേക്കറിയിലൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കൊരു മടിയാ. അതിന്റെ ആ ഒരു ഇത് വന്നിട്ടില്ല, എടുക്കാൻ ഒരു ധൈര്യത്തോടെ എടുക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം പിന്നെ പാർക്കിൽ വന്നു, അവിടെ ഇരുന്നു. അവിടെ കുറെ പേരുണ്ടായിരുന്നു, കപ്പിൾസ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, അതുപോലെ കുട്ടികൾ ഉണ്ടായിരുന്നു കുറെ പേര്. പിന്നെ വാക്കിങ്ങിനും എക്സസൈസും ചെയ്യാനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു, ഇങ്ങനെ കുറെ നേരം ഇരുന്ന് പിന്നെ കുറെ നേരം മൊബൈൽ ഇങ്ങനെ നോക്കി. അത് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഒക്കെ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരു കുറച്ച് ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തിരിച്ച്, കുറച്ച് ടൈം അല്ല കുറച്ചധികം ടൈം ഞാൻ അവിടെ നിന്നു. 9 വരെയാണ് പാർക്ക് 9 വരെയാണ് പാർക്ക്, ക്ലോസ് ചെയ്യുന്നത് 9 ആണ്. അപ്പൊ ഞാൻ 9 മണി വരെ അവിടെ ഇരുന്നു. 9 മണി വരെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഇറങ്ങി വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വരുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, നാളെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആണ് വന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ വയ്യ ഓൾറെഡി. അപ്പോൾ എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പെയിൻ ഒക്കെ വരാറുണ്ട്. ജോയിന്റ് പെയിന്, ഒരു പ്രത്യേക തരം ജീവിതം തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പെയിൻ ഒക്കെ വരാറുണ്ട്. വയറ് വേദനിക്കും, അതുപോലെ പിന്നെ ബോഡി പെയിന്, ബാക്ക് പെയിന് അതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഭയങ്കര എന്തോ ഒരു നമ്മുടെ ബോഡി ഭയങ്കര ഹീറ്റ് ആവുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ ഞാൻ വന്നു ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ഇനിയിപ്പോ ഒന്നും കഴിക്കുകയില്ല ഞാൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ എഗ് പപ്സും ചായയും തന്നെ എനിക്ക് ഹെവിയാണ്. അപ്പൊ പിന്നെ ഞാൻ അത് കഴിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വന്നിട്ട് പിന്നെ വീട്ടില് സിസ്റ്റൊക്കെ ഇങ്ങനെ വലിച്ച് അങ്ങനെ തന്നെ വച്ചിട്ടാണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്നതായിരുന്നു. അപ്പൊ 2 സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും അവിടെ വെച്ചിട്ടാ പോയത്. അപ്പൊ വച്ച് അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഓരോന്നും ചെയ്യുമായിരുന്നു. അടുക്കി പെറുക്കി വെക്കലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ചു. ഇനിയും വീഡിയോ ഉണ്ട്, പക്ഷെ ഇത് പറഞ്ഞിട്ട് തീരുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ലെങ്തി ആയ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇടാത്തത്. അപ്പൊ അത്രയൊക്കെയാണുള്ളത്. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം, പിന്നെ ഒന്ന് ഫേസ് ഒക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറച്ച് മെഡിസിൻ ഉണ്ട് കഴിക്കുക, അത് കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗ് എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കിയുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.